ഹലോ, എല്ലാവർക്കും ആദീസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല മഴയാണ്. ഈ മഴക്കാലത്ത് നമുക്ക് തൊണ്ടവേദനയും ജലദോഷവും കഫക്കെട്ടും പനി എല്ലാം ആയിരിക്കും. അപ്പോൾ ഈ ടൈമിൽ കുടിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു ചുക്ക് കാപ്പിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പരമ്പരാഗതമായ രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയാണോ തയ്യാറാക്കുന്നതെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഹെൽത്തി ആയിട്ട് ചുക്ക് കാപ്പി തയ്യാറാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നോക്കിയാലോ. ഞാനിവിടെ കൃഷ്ണ തുളസിയാണ് എടുത്തിരിക്കുന്നത്. ഒരു പിടി അളവിലാണ് എടുത്തിരിക്കുന്നത്. കൂടാതെ കുഞ്ഞുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചുക്കാട്ട എടുത്തിരിക്കുന്നത്, ചുക്കും ചേർത്ത് കൊടുക്കാം. ചുക്ക് കൈയില്ലാത്തവർ ചുക്കിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതിയെ. ഇനി ഇതിലോട്ട് നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുക. നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് ഇടിക്കലിട്ടൊന്ന് ചതച്ചെടുത്താലും മതി. ഞാൻ ഇതേ രീതിയിൽ മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കാപ്പിക്കുള്ള വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കണം. ചൂടാക്കിയ വെള്ളത്തിലോട്ടാണ് നമ്മളിവിടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുത്തിട്ട് നമ്മളിവിടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇതിലൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ പനിക്കൂർക്കയുടെ ഇലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പനിക്കൂർക്കയുടെ ഇലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കഫൊക്കെ ഒന്ന് മുറിഞ്ഞു പോകാൻ പെട്ടെന്ന് യൂസ്ഫുള്ളാണ് കേട്ടോ അത്. ഞാനിവിടെ പനിക്കൂർക്കയുടെ ഇല ചേർത്തിട്ടില്ല. ഉള്ളവരൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 5 മിനിറ്റോളൊക്കെ നല്ലപോലെ അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചിരുന്നേ. അപ്പോഴേക്ക് നല്ലതുപോലെ തിളച്ചു വന്നു. ഇതിലൂടെ നമുക്ക് 2 ഏലക്കായും ഒരു പട്ടയും ഒരു ഗ്രാമ്പും എല്ലാം ചേർത്ത് കൊടുക്കാം. കൂടാതെ നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ശർക്കരയായിട്ട് എടുത്തിരിക്കുന്നത്, നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ശർക്കരയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണേ. ഈ തിളച്ച് വരുന്ന ടൈമിൽ നമുക്കിതിലോട്ട് കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ബ്രൂ കോഫിയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ 3 ഗ്ലാസ് അളവിലായിട്ട് വെള്ളം എടുത്തിരിക്കുന്നത്. അതൊരു 1.5 ഗ്ലാസ് ആവുന്നവരെ നമ്മൾ തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അപ്പോഴാണ് നമ്മൾ പെർഫെക്റ്റ് ചുക്ക് കാപ്പി റെഡി ആവുക കേട്ടോ. പണ്ടൊക്കെ മുത്തശ്ശിമാരൊക്കെ മഴക്കാലമായാൽ ഒരു നേരമെങ്കിൽ ഇതേ രീതിയിൽ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കും കേട്ടോ. അവർക്ക് പണ്ടൊക്കെ ജലദോഷവും കഫക്കെട്ടും പനിയൊക്കെ വരവൊക്കെ വളരെ കുറവായിരുന്നു. ഇപ്പം നമ്മുടെ കാപ്പിയൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 3 ഗ്ലാസ് അളവിൽ വെള്ളം എടുത്തത് ഇപ്പോൾ 1.5 ഗ്ലാസ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കെന്ത് ചെയ്യാം, ഒരു ബൗളിലോട്ടങ്ങ് അരിച്ചെടുക്കാം. ഇതുപോലൊരു ചുക്ക് കാപ്പി തയ്യാറാക്കി ആ ചൂടോടെ അങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ടവേദനയും പനിയും കഫക്കെട്ടും എല്ലാം പെട്ടെന്ന് അങ്ങ് മാറും. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒരു ചുക്ക് കാപ്പി തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ, ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.